ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വചനങ്ങൾ. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. നമ്മുടെ ബലം അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ ബലം ആരംഭിക്കുന്നത്. നാസി തടങ്കൽ പാളയത്തിൽ പെട്ടുപോകുന്ന ഒരു അനാട്ടമി പ്രൊഫസർ. തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, മടങ്ങി തൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാമെന്ന്. തൻ്റെ കുടുംബത്തോടൊപ്പം താൻ പങ്കിട്ടിരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ തനിക്ക് വീണ്ടും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ എന്നാൽ ദിനം പ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഒരു അനാട്ടമി പ്രൊഫസർ ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എങ്ങനെ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് അയാൾക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. എങ്കിലും ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അയാൾക്ക് ഒരാഗ്രഹം, തൻ്റെ കുടുസുമുറിയിലെ ജനൽപ്പാളികൾ ഒന്ന് തുറന്നു നോക്കണം. അയാളങ്ങനെ ആ ജനൽപ്പാളി തുറന്നു നോക്കുമ്പോൾ ഇന്നലെ വരെ ശിശിരമായിരുന്ന തണുത്തുറഞ്ഞ അവസ്ഥകളൊക്കെ വസന്തത്തിൻ്റെ പ്രതീക്ഷയുടെ പുതിയ തളിരിലകളായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അയാളൊരു നിമിഷം തൻ്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, ദൈവമേ, ഇതെൻ്റെ ജീവിതം തന്നെയല്ലേ? ഇന്നലെ വരെ പ്രതീക്ഷ ഇല്ലാതിരുന്ന തണുത്തുറഞ്ഞ അവസ്ഥകളൊക്കെ എന്തുകൊണ്ട് പ്രതീക്ഷയുടെ പുത്തൻ നാമ്പുകളിലേക്ക് ഉണർന്നുകൂടാ? അയാള് പ്രതീക്ഷയുള്ള മനുഷ്യനായി രൂപാന്തരപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത് ഒരാളുടെ ജീവിതത്തിലേക്ക് പുതുജീവൻ നൽകുന്നത് പോലെയാണ്. കാരണം ഈശോയുടെ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെടുന്നു എന്നതിന് തുല്യം തന്നെയാണ്. ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു രോഗമായിരുന്നു കുഷ്ഠരോഗം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുന്നു. അയാളുടെ സൽപ്പേരിൻ്റെ മരണം, അയാളുടെ നല്ല ആരോഗ്യത്തിൻ്റെ മരണം, അയാളുടെ പ്രതീക്ഷയുടെ മരണം, അങ്ങനെ മരണങ്ങളുടെ ഒരു കൂട്ടായ അവസ്ഥ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെ സമൂഹത്തിൽ ജീവനോടെ ഇരിക്കുന്നു എന്നൊരു പേരും എന്നാൽ തൻ്റെ നല്ല കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയും ഒരാൾക്ക് സ്വന്തമായിരുന്നു. ആ അവസ്ഥയിലായിരിക്കുന്ന ഒരു രോഗിയെയാണ് ഈശോ പുതിയ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ജീവനിലേക്ക് ക്ഷണിക്കുന്നത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നത് കൊണ്ടായിരിക്കാം അയാൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഈശോ പറയുന്നത് പോലും കേൾക്കാതെ ഈശോയെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരാളായി അയാൾ മാറുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നമ്മളെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിങ്ങനെ പ്രതീക്ഷ നൽകുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. നമുക്കും ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ മരണം സംഭവിച്ചിട്ടുള്ള, പ്രതീക്ഷയുടെ മരണം സംഭവിച്ചിട്ടുള്ള, ആരോഗ്യത്തിൻ്റെ മരണം സംഭവിച്ചിട്ടുള്ള എല്ലാ അവസ്ഥകളെയും ദൈവത്തിങ്കിലേക്ക് എത്തിക്കാം. അങ്ങനെ പുതിയ ജീവൻ നേടിയെടുത്തുകൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാം. അതിന് ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.